കിഷ്കിന്ധാകാന്ഡം കണ്ടു. ദിൻജിത്ത് അയ്യത്തൻ ഡയറക്റ്റ് ചെയ്ത, ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ് അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കിഷ്കിന്ധാകാന്ഡം. ഇതൊരു ഒന്നൊന്നര സിനിമ തന്നെയാണ്. മിസ്റ്ററി ത്രില്ലർ, അതിൻ്റെ എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമ. വളരെ ഭംഗിയായി മേക്ക് ചെയ്തിട്ടുണ്ട് ദിൻജിത്ത് അയ്യത്താൻ. അതിലോരോ കഥാപാത്രങ്ങളും ആവശ്യത്തിന് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മെല്ലെയാണ് തുടക്കമെങ്കിലും അവസാനമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിനൊരു പതർച്ച വരുന്ന രീതിയിലാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. വളരെ നല്ലൊരു മേക്കിങ്. സ്പോയിലർ ആകുമെന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ലൊരു സിനിമയാണ്. ഈ ഒരു ഓണത്തിന് കണ്ട 2 സിനിമയും വളരെ നല്ല രീതിയിലുള്ള സിനിമ തന്നെ കാണാൻ കഴിഞ്ഞു. ARM കിഷ്കിന്ധാകാന്ഡവും രണ്ടും 2 രീതിയിലുള്ള ഒരു സിനിമയാണ്. രണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഇതിൽ പ്രത്യേകിച്ച് വിജയരാഘവൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും മികച്ചൊരു കഥാപാത്രം തന്നെയാണ് ഇത്. അപർണ ബാലമുരളി വളരെ പക്വതയോടുകൂടിയുള്ള ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ച എല്ലാവരും, ജഗദീഷ്, എല്ലാവരും നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആകാംക്ഷയോടെ കണ്ട് തീർക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്. ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വളരെ മികച്ചതായിരുന്നു. റൈറ്റർ ബാഹുൽ രമേശാണ്. മുജീബ് മജീദ് ആണ് മ്യൂസീഷ്യൻ. സൂരജ് ES എഡിറ്റർ. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണിത്. ഒരു മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. കണ്ടിന്യൂസ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യും. വളരെ നല്ലൊരു സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ടവർ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.